നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്നത്തെ എൻ്റെ യാത്ര ഈജിപ്തിലേക്കാണ്. ഒരുപാട് കാലമായി കാണണമെന്നും പോകണമെന്നും ആഗ്രഹിച്ച ചരിത്രമുറങ്ങുന്ന ഈജിപ്തിൻ്റെ മണ്ണിലേക്കാണ് ഇന്നത്തെ യാത്ര. ചെറുപ്പകാലത്ത് പാഠപുസ്തകങ്ങളിൽ നമ്മൾ ധാരാളമായി പഠിക്കുകയും മനസ്സിൽ കയറുകയും ചെയ്ത ആ ചരിത്രമൊക്കെ നേരിട്ട് വീക്ഷിക്കാനും കാണാനും അതൊക്കെ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാനുമാണ് ഇന്നത്തെ എൻ്റെ ഈ യാത്ര. എന്നോടൊപ്പം എൻ്റെ കുടുംബവും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ബാസ് നസീറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരുമിച്ചാണ് ഈ യാത്ര പ്ലാൻ ചെയ്തത്. നിങ്ങൾ ഈ യാത്രയെക്കുറിച്ചുള്ള വിശദമായ എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. കാണുക, ആസ്വദിക്കുക. യാത്ര തുടരാം. എയർപോർട്ടിലെ വിസ നടപടികളും ഇമിഗ്രേഷനുമൊക്കെ വളരെ വേഗം പൂർത്തിയാക്കി ഞങ്ങൾ എയർപോർട്ടിലേക്ക് വെളിയിലെത്തുമ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ടൂർ ഗൈഡായ മിസ്റ്റർ മഹമ്മൂദ് ഞങ്ങളെ കാത്ത് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറി നേരെ ഞങ്ങൾ പോയത് ബുക്ക് ചെയ്തിരുന്ന റൂമിലേക്കാണ്. നൈൽ നദിയുടെ തീരത്ത് തന്നെയുള്ള ഒരു യാനം അല്ലെങ്കിൽ ഒരു വലിയ ബോട്ടിലായിരുന്നു ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. ഈ നൈൽ നദി എന്ന് പറയുന്ന വലിയ വിസ്മയം, ആ വിസ്മയത്തിനരികിൽ ഒരു രാത്രി താമസിക്കണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഒരു റൂം എടുത്തു. റൂം പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉള്ളിലുള്ളവെങ്കിലും നമ്മൾക്ക് അവിടെ ഇരുന്ന് നേരിട്ട് നൈലിൻ്റെ കാഴ്ചകൾ പകർത്താനും അത് കാണുവാനും വളരെയേറെ സൗകര്യമുണ്ട്. കലശലായ വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് റൂമിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ആ ബോട്ടിൻ്റെ മുകളിലുള്ള ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയി കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്തു. ഈജിപ്ഷ്യൻ ഭക്ഷണം നമുക്കിഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ്. നല്ല വൃത്തിയിലും ടേസ്റ്റിലുമൊക്കെ തന്നെയാണ് ഈജിപ്ഷ്യൻകാർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിൽ നമ്മളിങ്ങനെ ഒരു വിഭവമാണ് ഓർഡർ ചെയ്തത്. ഹമാം മഹ്ഷി, പ്രാവിൻ്റെ ഉള്ളിൽ മസാല ചോറ് നിറച്ച ഒരു വിഭവം. അതിനോടൊപ്പം തന്നെ ചുട്ട കുറച്ച് ഇറച്ചി, അതായത് ഗ്രിൽഡ് ഐറ്റവും കൂടെ ചേർത്ത് വാങ്ങിച്ചു. രുചികരമായ ഭക്ഷണമായിരുന്നു. വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. നല്ല കട്ടൻ ചായ, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കട്ടൻ ചായയാണ്. പുതിന ചേർത്ത് അത് കഴിച്ചപ്പോൾ നല്ലൊരു ആസ്വാദ്യത തോന്നി. ഈജിപ്തിൻ്റെ ചരിത്രവും സംസ്കാരവും ഈ നൈൽ നദിയുമായി ഏറെ ബന്ധപ്പെട്ട ഒന്നാണ്. ഈജിപ്തുകാരുടെ ഒരു വലിയ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നത്, അതായത് ജലസേചനം, കുടിവെള്ളം, അതുപോലെ ടൂറിസത്തിലൂടെ ധാരാളം പണം സമ്പാദിക്കുന്നതും ഈ നൈൽ നദി വഴിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നദിയാണ് നൈൽ നദി. 6850 കിലോമീറ്റർ നീളത്തിൽ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ ഒഴുകി മെഡിറ്ററേനിയൻ കടലിൽ, അതായത് ഈജിപ്തിലെ മെഡിറ്ററേനിയൻ കടലിൽ വന്ന് അവസാനിക്കുന്ന ഈ നദിയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്ര കഥകളും അതുപോലെ ചരിത്രവുമുണ്ട്. നൈൽ നദിയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈജിപ്തുകാരുടെ ഒരു വലിയ ജലസ്രോതസ്സാണിത്. ഈജിപ്തുകാരുടെ മാത്രമല്ല, ആഫ്രിക്കൻ ജനതയുടെ മുഴുവൻ ഒരു വലിയ ജലസ്രോതസ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ജലസേചനം, അതുപോലെ തന്നെ കൃഷി, കുടിവെള്ളം, ഇതെല്ലാം ഈ നൈൽ നദിയിൽ നിന്നാണ് ലഭ്യമാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിൻ്റെ കൽപ്പടവുകൾക്കപ്പുറം സഹസ്രാബ്ദങ്ങളുടെ കഥകൾ മന്ത്രിച്ചുകൊണ്ടൊഴുകുന്ന ഒരു വിസ്മയമാണ് നൈൽ നദി. ആഫ്രിക്കയുടെ ഹൃദയത്തിൽ നിന്ന് ഉറവെടുത്ത് മണലാരണ്യങ്ങളെ മാറോടണച്ച് ഈജിപ്തിൻ്റെ മണ്ണിലേക്ക് ജീവൻ പകർന്നു നൽകുന്ന ലോകത്തിൻ്റെ മഹാത്ഭുതം, അതാണ് നൈൽ നദി. നൈൽ വെറുമൊരു നദിയല്ല ഈജിപ്ഷ്യൻ ജനതയ്ക്ക്. ഈ ജനതയുടെ ഒരു ഉണർവാണ് നൈൽ നദി. നദിയിലെ മീൻപിടുത്തം, വലക്കാർ, തീരത്ത് കളിക്കുന്ന കുട്ടികൾ, നൈലിലൂടെ ഒഴുകുന്ന യാനങ്ങൾ, അതിലെ ഉല്ലാസയാത്രകൾ, അതുപോലെ തന്നെ ഇവരുടെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും അവരാഘോഷിക്കപ്പെടുന്നത് ഈ നൈലിൻ്റെ പെരുമാറിലൂടെയാണ്. കല്യാണങ്ങൾ
പ്രത്യേക കുടുംബത്തുണ്ടാകുന്ന പ്രത്യേക സന്തോഷങ്ങളൊക്കെ അവരാഘോഷിക്കാൻ എത്തുന്നത് ഈ നൈലിലാണ്. ഇവരുടെ ജീവിതം ഒഴുകുന്നത് തന്നെ നൈലിനോടൊപ്പമാണ്. അനന്തമായ ഒരു പ്രവാഹമാണ് നൈൽ നദി. വറ്റിപ്പോകാത്ത ഈ ജലപ്രവാഹമാണ് സഹാറയുടെ തീരങ്ങളെ ഒരു പൂന്തോട്ടമാക്കി മാറ്റിയത്. ഫറവോമാരുടെ ഉദയവും അസ്തമയവും കാണാൻ ഈ നൈൽ നദിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിരമിഡുകൾ നിർമ്മിക്കാനുള്ള കൂറ്റൻ കല്ലുകൾ വഹിച്ചുകൊണ്ട് പോയതും ഈ ജലാശയത്തിലൂടെയാണ്. ഈജിപ്റ്റ് നൈൽ നദിയുടെ ഒരു ധാനമാണെന്ന് പറയുന്നത് എത്ര സത്യമാണ്. ഇത് ഫെലൂക്കകൾ, ഈജിപ്തുകാരുടെ പരമ്പരാഗത ജലവാഹനമാണിത്. ഈ ഫെലൂക്കകളെന്ന് പറയുന്നത് പായ്വഞ്ചികൾക്കാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ എങ്ങനെയാണോ ഈ നദിയിലൂടെ സഞ്ചരിച്ചത്, അതേ ഒരു അനുഭവമാണ് നമുക്ക് ഈ ഫെലൂക്കകളിൽ കയറി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒന്ന് അകന്ന് ഈ നദിയിലൂടെയുള്ള ഒരു സഞ്ചാരം അതൊരു വല്ലാത്ത അനുഭവമാണ്. അങ്ങനെ നൈൽ നദിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ്. നഗരത്തിൻ്റെ രാത്രി കാഴ്ചകളും ഖാൻ അൽ ഖലീജ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങളും കാണാനായിട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. കെയ്റോ നഗരത്തിൻ്റെ രാത്രി ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് കെയ്റോ നഗരം. തഹ്രീർ സ്ക്വയറിൻ്റെ അരികിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ തഹ്രീർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആധുനിക ഈജിപ്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 2011 30 വർഷത്തോളം ഭരണം നടത്തിയിരുന്ന ഹൊസ്നി മുബാറക്കിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി ജനങ്ങൾ ഒത്തുകൂടിയ ഒരു സ്ഥലമാണ് ഈ തഹ്രീർ സ്ക്വയർ. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ 2011 ഫെബ്രുവരി 11 ഹുസ്നി മുബാറക്കിന് അധികാരം വിട്ടൊഴിയേണ്ടി വന്നു. വലിയൊരു വിപ്ലവം നടന്ന ഈ തഹ്രീർ സ്ക്വയറിൻ്റെ സൈഡിലൂടെ ഞങ്ങൾ ഖാൻ അൽ ഖലീജ് മാർക്കറ്റിലേക്ക് നീങ്ങുകയാണ്. നഗരത്തിൻ്റെ സൗന്ദര്യവും രാത്രികാല വെളിച്ചവുമൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ ഖാൻ അൽ ഖലീജ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യുകയാണ്. ഖാൻ അൽ ഖലീജ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ പുരാതനമായ ഒരു കച്ചവട കേന്ദ്രമാണ്. ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ഈ മാർക്കറ്റ് വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ വളരെ വലിയ ഒരു മാർക്കറ്റ് കൂടിയാണ്. പണ്ട് ഇന്ത്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും അതുപോലെ തന്നെ അറേബ്യൻ നാടുകളിൽ നിന്നുമൊക്കെ വ്യാപാരികൾ അവരുടെ വിലപിടിച്ച വസ്തുക്കൾ വിൽക്കുവാനായി എത്തിയ ഒരു പഴയകാല സിൽക്ക് റൂട്ടിൻ്റെ ഒരു സ്ഥലം കൂടിയാണ് ഈ ഖാൻ അൽ ഖലീജ് മാർക്കറ്റ്. ഈ കാണുന്നത് ഈ തഹ്രീർ സ്ക്വയറിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന തഹ്രീർ സ്ക്വയറിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെയാണ് ഈ കെയ്റോ നഗരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. കെയ്റോ നഗരത്തിൻ്റെ മധ്യഭാഗം. ഇതിനടുത്തായിട്ട് തന്നെയാണ് ഈ മമ്മികൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഉള്ളത്. ഈ റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ 2 വശങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള ഷോപ്പുകളാണ്. ഒരുപാട് ലോകോത്തര ബ്രാൻഡുകൾ ഇതിൻ്റെ കടകളൊക്കെ ഇവിടെയുണ്ട്. ഇവിടം കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു പരമ്പരാഗത അല്ലെങ്കിൽ ഒരു പഴയകാല വ്യാപാര സ്ഥലമാണെന്ന് നമുക്ക് തോന്നുകയില്ല. എല്ലാം വളരെ ആധുനികമായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആധുനിക തരത്തിലുള്ള വസ്ത്രങ്ങളുമാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്.
ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നഗരത്തിൻ്റെ ഒരു മുഖം അങ്ങോട്ട് മാറിയിട്ട് ആ പഴയ കെട്ടിടങ്ങളും അതേപോലെ തന്നെ പഴയ മാർക്കറ്റിലേക്കും നമ്മൾ കടക്കുന്നത്. നമ്മൾ ഈ ഇടതുവശത്ത് ഈ പാലത്തിന് താഴെയായി കാണുന്നത് മുതൽ മാർക്കറ്റ് ആരംഭിക്കുകയാണ്. നിങ്ങൾ കാണാൻ കഴിയും, അത്രത്തോളം തിരക്കാണ് ഇവിടെ. ഈ കെയ്റോ നഗരത്തിലുള്ള ഈജിപ്തിലുള്ള മുഴുവൻ ജനങ്ങളും പല ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ വന്ന് അവരുടെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ ആയിട്ട് എത്തുന്ന ഒരു വലിയ മാർക്കറ്റാണിത്. ഇവിടുന്ന് നമ്മളൊരു അടിപ്പാത വഴി, അതായത് റോഡ് ക്രോസ് ചെയ്യാതെ ഒരടിപ്പാത വഴി ഈ ഖാൻ അൽ ഖലീജ് മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതൊരു വലിയ ലോകം തന്നെയാണ്. കണ്ടാലും തീരാത്ത അത്ര വിസ്മയങ്ങൾ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു മാർക്കറ്റ്. വസ്ത്രങ്ങളും ചെമ്പ് പിത്തള പാത്രങ്ങളും അലങ്കാര വസ്തുക്കളും അങ്ങനെ എന്തെല്ലാം വേണമോ അതെല്ലാം ഇവിടെ ലഭിക്കും. ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, എല്ലാവരും നന്നായിട്ട് വില പേശുന്നുണ്ട്. നന്നായിട്ട് വില പേശി തന്നെയാണ് സാധനങ്ങൾ വാങ്ങുന്നത്. വെങ്കലപാത്രങ്ങളുടെയൊക്കെ വലിയ ശേഖരങ്ങളാണ്. നമ്മളിതുവരെ കാണാത്ത തരത്തിലുള്ള പലതരം ഡിസൈനുകളിലുള്ള വെങ്കല പാത്രങ്ങൾ. സഞ്ചാരികളെയും കൊണ്ട് വരുന്ന ഒരു ബസ്സാണ് നമ്മളീ കാണുന്നത്. ഈ തിരക്കേറിയ ഈ മാർക്കറ്റിനുള്ളിലൂടെ, ഇത്രയും വീതി കുറഞ്ഞ റോഡാണ്, അതിൽ ഈ സ്ട്രീറ്റിലേക്കാണ് എല്ലാവരും സാധനങ്ങൾ ഇറക്കി വെച്ചേക്കാണ്. അതിനിടയിലൂടെ അതിവിദഗ്ധമായാണ് ഈ ഡ്രൈവർമാർ ഈ വാഹനം ഓടിച്ചു പോകുന്നത്. അതിനുള്ളിൽ ഈ സഞ്ചാരികളിരുന്ന് വീഡിയോയും ഫോട്ടോയും എടുത്ത് ഈ മാർക്കറ്റിനെ ഇങ്ങനെ കണ്ട് പോവുകയാണ്. ആരും പുറത്തേക്ക് ഇറക്കുന്നതായിട്ട് കാണുന്നില്ല. ഏതായാലും ഈ ഡ്രൈവർമാരുടെ കഴിവ് അസാധ്യ കഴിവാണ്. ഒരു പൊരുളിലും ആ വാഹനം തട്ടാതെ അവർ വളരെ കൃത്യതയോടുകൂടിയാണ് ഇത് ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ കാണുന്ന ഈ പൊരുളുകളൊക്കെ വാങ്ങി നമുക്ക് കൊണ്ടുപോകണമെന്ന് തോന്നും. അത്ര മനോഹരമായ നിർമ്മിതികളാണ്. കാണാൻ കൗതുകമുള്ള ഭംഗിയുള്ള ധാരാളം വസ്തുക്കൾ, ക്രോക്കറി ഐറ്റംസ്, നല്ല ചായക്കപ്പുകൾ, അതുപോലെ തന്നെ ഗ്ലാസ് ഐറ്റംസ്, കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് വിലക്കുറമായി തോന്നി. ഈ കാണുന്നതൊക്കെ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളാണ്. ഇതുപോലെ ഒരുപാട് എത്രയോ സ്ഥലങ്ങൾ, കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇതിങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. എല്ലാ സ്ഥലവും നമുക്ക് നടന്നു കാണാൻ സാധിക്കത്തില്ല. അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ വാഹനത്തിൽ കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം റോഡിലെത്തും. അപ്പോൾ റോഡിൻ്റെ ഇരുവശവുമായി ഇതിങ്ങനെ ഓപ്പൺ മാർക്കറ്റാണ്. ആ മാർക്കറ്റിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കെയ്റോയിലേക്ക് പോയി. യാത്ര തുടരുന്നതിനിടയിൽ ഞങ്ങളൊരു നല്ല പഴക്കട കണ്ടു. ആ പഴക്കടയിൽ ഇറങ്ങി ഒന്ന് വിശ്രമിച്ച് ഒരു ലഘുഭക്ഷണം കഴിക്കാമെന്ന് കരുതി. അതിനോട് ചേർന്ന് ചെറിയൊരു ലഘു ഭക്ഷണശാലയുമുണ്ട്. അപ്പോൾ ഈജിപ്തിൻ്റെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രുചി എല്ലാ പഴങ്ങൾക്കുമുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുണ്ടാക്കിയ ജ്യൂസിന് അസാധ്യ ടേസ്റ്റായിരുന്നു. രാത്രിയിൽ കാണാൻ നൈൽ നദി ഏറെ സുന്ദരിയാണ്. ഈ
നൈൽ നദിയിലൂടെ ഒഴുകുന്ന യാനങ്ങളും അതിൽ നടക്കുന്ന ആഘോഷങ്ങളും ഇതിൻ്റെ ചുറ്റിനുമുള്ള കെട്ടിടങ്ങളിൽ നിന്നും നദിയിലേക്ക് പതിക്കുന്ന വെളിച്ചവും എല്ലാം കൂടെ ചേർന്ന് ഒരു സിംഫണിയാണ് തീർക്കുന്നത്. അത് നമ്മുടെ കണ്ണിന് വല്ലാത്ത ഒരു ആനന്ദം നൽകുന്നു. ഏതായാലും വളരെ സന്തോഷകരമായ കുറച്ച് സമയം ഞങ്ങൾക്കിതിൻ്റെ തീരത്ത് ചെലവഴിക്കാൻ കഴിഞ്ഞു. മനുഷ്യർ വരും പോകും, പക്ഷേ എന്നാൽ ചരിത്രം ഈ നൈലിലൂടെ ഇങ്ങനെ അനശ്വരമായി ഒഴുകും. ഗുഡ് ബൈ. അങ്ങനെ തലേ ദിവസത്തെ യാത്രാക്ഷീണത്തിൽ നന്നായി ഉറങ്ങി രാവിലെ റെസ്റ്റോറൻറ്റിലെത്തി. ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഹോട്ടൽ, ഞാൻ പറഞ്ഞല്ലോ ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല, ആ ബോട്ടിന് മുകളിലുള്ള റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമ്മൾ അടുത്തത് പോകുന്നത് കെയ്റോ ടവർ കാണാനായിട്ടാണ്. ആ കെയ്റോ ടവർ കാണാനായി പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ ഒരു വൃക്ഷമാണ്. ഒരു വൃക്ഷ മുത്തശ്ശി. ഏകദേശം 150 വർഷത്തെ പഴക്കമുണ്ട് ഈ മരത്തിനെന്നാണ് പറയുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീല് കിട്ടുന്നുണ്ട് നമുക്ക്. ഞങ്ങൾ ഒരുപാട് സമയം ഈ മരത്തിന് താഴെ തന്നെ ചിലവഴിക്കുകയായിരുന്നു. രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു നല്ല തണുപ്പും നമുക്ക് സുഖമുള്ള ഒരു തണുപ്പ്. അത്ര വലിയൊരു വൃക്ഷം. ഈ വൃക്ഷവും നമ്മുടെ നാടുമായിട്ട്, ഇന്ത്യയുമായിട്ടൊരു ബന്ധമുണ്ടെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ മരത്തിൻ്റെ തൈ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ നിന്നാണ്. ആൽമരമാണിത്. 150 വർഷത്തെ പഴക്കം ഈ മരത്തിനുണ്ട്. അങ്ങനെ ഒരു മരത്തിൽ നിന്ന് വിവിധ വേരുകൾ പൊട്ടി കുറേ മരങ്ങളായി മാറി അങ്ങനെ ഒരു വലിയ വൃക്ഷം. ഈ മരങ്ങൾ നമുക്ക് തരുന്ന സ്വാന്തനം ചില്ലറയല്ല. നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും ഇത്തരം പ്രകൃതിയിലേക്ക്, ഈ കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അത് ഒരുപാട് ആശ്വാസം നമുക്ക് നൽകുന്നു. അവിടെ നിൽക്കുമ്പോൾ ഇതുപോലുള്ള കുതിര വണ്ടികൾ, അലങ്കരിച്ച കുതിര വണ്ടികൾ ഈ മരത്തിന് ചുറ്റിനും അവരിങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സഞ്ചാരികളെ കാത്ത്. അത്തരത്തിലുള്ളൊരു വാഹനത്തിൽ കയറി ഞങ്ങൾ ഈ നഗരത്തെ, കെയ്റോ ടവറിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കുറച്ച് സ്ഥലത്ത്, ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം വരും, ആ സ്ഥലത്തിലൂടെ ഈ കുതിരവണ്ടിയിൽ കയറി ഒന്ന് സഞ്ചരിച്ചു തിരിച്ച് ഞങ്ങൾ കെയ്റോ ടവറിലേക്കെത്തി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കെയ്റോ ടവറാണ്. അപ്പോൾ കെയ്റോ ടവറിലേക്കാണ് നമ്മൾ പോകുന്നത്. നൈൽ നദിയിലെ ഗസീറ ദ്വീപിലാണ് ഈ ടവർ സ്ഥിതി ചെയ്യുന്നത്. ആധുനിക കെയ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണിത്. ഏകദേശം 187 മീറ്റർ ഉയരമുണ്ട് ഇതിന്. പിന്നെ ഗിസയിലെ ഏറ്റവും വലിയ പിരമിഡിനേക്കാൾ വലുതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു രൂപകൽപ്പന എന്ന് പറയുന്നത് പുരാതന ഈജിപ്ഷ്യൻ പ്രതീകമായ താമരപ്പൂവിൻ്റെ ആകൃതിയിലാണ്. ടവറിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ടിക്കറ്റ് വാങ്ങി നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. കാരണം ഈ ലിഫ്റ്റിൽ മുകളിൽ എത്തിയേക്കുന്ന ആളുകൾ താഴെ എത്തിയതിന് ശേഷമേ നമ്മളെ, അവിടെ ഒരു തിരക്കുണ്ട്, എത്രയോ ആൾക്കാർക്ക് അവിടെ നിൽക്കാനുള്ള അനുമതി ഇവർ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും നമ്പറായി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ മുകളിലേക്ക് ഇവർ കയറ്റി വിടുകയുള്ളൂ. ഇതിൻ്റെ മുൻവശത്ത് അധികം ജനത്തിരക്കൊന്നുമില്ല. അതിരാവിലെ ആയതുകൊണ്ടാവാം വലിയ തിരക്കില്ല. ഞങ്ങൾ ടിക്കറ്റെല്ലാം കൊടുത്ത് ഈ ടവറിൻ്റെ മുകളിലേക്ക് കയറി. ടവറിൻ്റെ മുകളിൽ കയറുമ്പോൾ നമുക്ക് കെയ്റോ നഗരത്തെ മുഴുവനായിട്ടും ഇവിടെ നിന്ന് കാണാമെന്നുള്ളതാണ്. നൈൽ നദി ഇവിടെ നിന്ന് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ കെട്ടിടങ്ങൾക്കിടയിലൂടെ ഒരു നീല ഞരമ്പ് പോലെ അതിങ്ങനെ നീണ്ടു കിടക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട്. കുറച്ച് സമയം ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്നു. അതായത് തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇവിടെ നിന്നുകൊണ്ട് ഗിസ പിരമിഡ് വരെ കാണാമെന്നാണ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്, കറങ്ങുന്ന റെസ്റ്റോറൻറ്റ്. അത് ഞങ്ങൾ കണ്ടില്ല. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലെ പോലെയും എല്ലാ നഗരങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ ഒരു നിർമ്മിതി ഉണ്ടാവും. ഇത്തരത്തിലുള്ള ടവറോ വലിയ കെട്ടിടങ്ങളോ. അതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ നാടിനെ മുഴുവനായിട്ടും അല്ലെങ്കിൽ ആ നഗരത്തെ മുഴുവനായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ പ്രസിദ്ധമായ പിരമിഡ് കാണാൻ പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി നാളെ കാണാം.